എന്നോട് പലരും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഈ വായിക്കാൻ സമയം? ഒരു വ്രതം പോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുസ്തകങ്ങൾ വായിച്ചാണ് ഉറങ്ങുന്നത്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാത്തരം ആളുകളെയും പരിചയപ്പെടാൻ പ്രയാസം. പക്ഷേ ഒരു എഴുത്തുകാരനുടെയോ ഒരു എഴുത്തുകാരിയുടെയോ നമ്മൾ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഒരു 6-7 സ്വഭാവങ്ങളുള്ള മനുഷ്യ ജീവനുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. വായനശാലകളുടെ കയ്യിലുള്ള പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭാവനയാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വായനാശീലമുള്ളവർക്കും ഉപയോഗപ്പെടുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയും. പറഞ്ഞു, ഒരു ഗ്രാമത്തിൽ 10-12 വായനശാലകളുള്ള ഒരു ദേശം, ഒരുപക്ഷെ കേരളമല്ലാതെ ലോകത്തൊരു മറ്റൊരു സ്ഥലവും ഉണ്ടാവില്ല. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറുവെളിച്ചം നിറയ്ക്കുന്നു തിരി കൊളുത്തുന്നു അക്ഷരം തീർക്കുന്ന ലോകം നിറം തൂകും ചായങ്ങളൊരു പിടി വിതയ്ക്കുന്നു. നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന്റെ ഭാഗമായുള്ള സ്റ്റുഡൻസ് കോർണറിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KP ഗണേഷ് കുമാറിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ ശ്രീ വട്ടിയൂർക്കാവ് MLA, ഈ വേദിയിലുള്ള ശ്രീ പ്രശാന്ത് അവറുകൾ, ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥിനികൾ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയമുള്ള എഴുത്തുകാർ, യുവതലമുറയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഗായകൻ ശ്രീ മുരളീകൃഷ്ണൻ. നമ്മൾ നിയമസഭയുടെ പുസ്തകോത്സവം, ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൻ്റെ 3ാമത്തെ വർഷമാണ് ഇന്നിവിടെ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് പരിചയപ്പെടാനും ഒരുപാട് എഴുത്തുകാരെ നേരിൽ കാണാനും പരിചയപ്പെടുത്താനും പുതിയ എഴുത്തുകാരുടെ ധാരാളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ളൊരു വലിയ അന്തർദേശീയ വേദിയായി കേരളത്തിൻ്റെ പുസ്തകോത്സവം മാറുമ്പോൾ ഈ പുസ്തകോത്സവത്തിൻ്റെ ആശയവും ആവിഷ്കാരവും നമുക്ക് നൽകിയ കേരള നിയമസഭയുടെ ബഹുമാനായ സ്പീക്കർ ശ്രീ N ഷംസീർ അവറുകളെ ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുക. ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് വായിക്കാതെ ഉറങ്ങാറില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഈ വായിക്കാൻ സമയം? ഒരു വ്രതം പോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുസ്തകങ്ങൾ വായിച്ചാണ് ഉറങ്ങുന്നത്. ഒരുപക്ഷെ ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചതും ഞാൻ രാഷ്ട്രീയം പഠിച്ചതും ഒരു കലാകാരനായിരുന്ന ഞാൻ രാഷ്ട്രീയം പഠിച്ചതും പ്രസംഗിക്കാൻ പഠിച്ചതൊക്കെ വായനയിലൂടെയാണ്. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നല്ല നിലയിൽ സാധാരണക്കാരുടെ ജീവിത രീതികളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അവസരമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു പൊതുപ്രവർത്തകനായിരുന്നല്ലോ. എങ്കിൽ പോലും മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ, പലപ്പോഴും നമുക്ക് നമ്മുടെ അരിയിരിക്കുന്ന ആളിൻ്റെ മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ ലോകപ്രശസ്തരായ നമ്മുടെ സാഹിത്യകാരികൾ നൽകിയ പുസ്തകങ്ങളാണ്. ആ കഥകളിലും നോവലുകളിലുമൊക്കെയുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയും അവരെല്ലാം നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി അവരോട് പൊരുത്തപ്പെടാനും അവരെ അറിയുവാനും അവസരമുണ്ടാകും. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാത്തരം ആളുകളെയും പരിചയപ്പെടാൻ പ്രയാസം. പക്ഷേ ഒരു എഴുത്തുകാരനുടെയോ ഒരു എഴുത്തുകാരിയുടെയോ നമ്മൾ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഒരു 6-7 കഥാപാത്രങ്ങളെ, 6-7 സ്വഭാവങ്ങളുള്ള മനുഷ്യ ജീവനുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. പല പ്രായത്തിലുള്ളവരെ. ആ പരിചയപ്പെടൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ, ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്കൊരുപാട് ഉപകാരം ചെയ്യും. എല്ലാ സ്ഥലവും ഇപ്പോൾ നമുക്ക് എല്ലാ രാജ്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ യാത്രാ വിവരണങ്ങൾ വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള ബ്ലോഗുകൾ കാണുന്നതിലൂടെ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ കഴിയും. ഒരു മനുഷ്യന് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മളെപ്പോലെ സാധാരണക്കാരന് എത്തിച്ചേരാൻ പ്രയാസമാണ്. പക്ഷേ എഴുത്തുകളിലൂടെയും കാഴ്ചകളിലൂടെയും നമുക്ക് ലോകത്തെ കാണാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. നമ്മൾ പോകാതെ തന്നെ അവിടുത്തെ അനുഭവങ്ങൾ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ മനുഷ്യൻ്റെ ജീവിത രീതികൾ ഇവയൊക്കെ പ്രതിഫലിക്കുന്ന പല പുസ്തകങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു പുസ്തകോത്സവം എന്ന് പറയുന്നത് നമ്മുടെ തലമുറയ്ക്ക്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൊട്ട് മുമ്പ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഒരു ഗ്രാമത്തിൽ 10-12 വായനശാലകളുള്ള ഒരു ദേശം, ഒരുപക്ഷെ കേരളമല്ലാതെ ലോകത്തൊരു മറ്റൊരു സ്ഥലവും ഉണ്ടാവില്ല. എനിക്ക് വായനയോട് വലിയ താല്പര്യവും വായനശാലകൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ
ഇനി തകർന്നു കിടക്കുന്നതോ സ്വന്തമായി സ്ഥലമുണ്ടായിട്ട് കെട്ടിടമില്ലാത്ത ഒരു വായനശാലയില്ല. മുഴുവൻ വായനശാലകളും ഞാൻ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു, ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങൾ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ അവിടെ വരികയും വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു വായിക്കാനും അല്ലെങ്കിൽ വീട്ടിലെടുത്തുകൊണ്ടുപോയി വായിക്കാനും കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കണം. നമ്മുടെ പഴയ വായനശാലകളിൽ പലതരും ഇന്ന് ഔട്ട് ഓഫ് പ്രിൻ്റായിട്ടുള്ള അത്യപൂർവമായ പുസ്തകങ്ങളുണ്ട്. അത് പഠനത്തിനും മറ്റും ഉപയോഗിക്കാൻ പലർക്കും കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായനശാലകളിലെ എല്ലാ പുസ്തകങ്ങളുടെയും ലിസ്റ്റ് ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ പബ്ലിക് ലൈബ്രറിയിലുള്ളതിനേക്കാൾ അത്യപൂർവമായ പുസ്തകങ്ങൾ പബ്ലിക് ലൈബ്രറിയിൽ ധാരാളം അപൂർവമായ പുസ്തകങ്ങളുണ്ട്. കേരളത്തിൻ്റെ നിയമസഭാ ലൈബ്രറിയിൽ അപൂർവമായ പുസ്തകങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ അപൂർവമായ പുസ്തകങ്ങളുണ്ട്. ഞാൻ ഈ ലൈബ്രറികളെല്ലാം പോയി കണ്ടിട്ടുണ്ട്. ഹൈക്കോടതി ലൈബ്രറിയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അത്യപൂർവമായ പുസ്തകങ്ങൾ, നിയമപുസ്തകങ്ങളാണ് കൂടുതലെങ്കിലും മറ്റൊരുപാട് കാര്യങ്ങൾ അറിയുന്ന പുസ്തകങ്ങൾ നിയമസഭയുടെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ ഗ്രാമീണ പ്രദേശത്തെ വായനശാലകളിലെ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എവിടെയാണ് ഈ പുസ്തകം ഉള്ളതെന്ന് അന്വേഷിച്ച് ആ പുസ്തകം എടുക്കാനും വായിക്കാനും പഠിക്കാനും അതിലെ രേഖപ്പെടുത്താനും കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടാകണം. നമ്മുടെ ഒരു പുസ്തക ശേഖരം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഒരു പുസ്തക സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വായനശാലകളിലെ ഗ്രാമീണ പ്രദേശങ്ങളിലെ കൊച്ചു വായനശാലകളിൽ 10, 50, 100 വർഷം പഴക്കമുള്ള വായനശാലകളുണ്ട്. ആ വായനശാലകളുടെ കയ്യിലുള്ള പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭാവനയാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വായനാശീലമുള്ളവർക്കും ഉപയോഗപ്പെടുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു നിയമസഭയുടെ ഈ 3ാമത് ഫെസ്റ്റിവൽ, ഈ ഒരു ബുക്ക് ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ലെവലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിച്ചു UN-ൻ്റെ ശ്രദ്ധയിൽ വരെ കൊണ്ടുവരേണ്ടതാണ്. ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ ഒരു നിയമസഭ നടത്തുന്നു. ശ്രീ M. മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു നിയമസഭ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം നടത്തുക, അതിൽ സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും ഒക്കെ ആദരിക്കുക. അതുപോലെ MLA-മാരൊക്കെ തന്നെ ഞങ്ങളെ ഫണ്ട് ഉപയോഗിച്ച് ഈ പുസ്തകങ്ങൾ വാങ്ങാനും ഗ്രാമീണ വായനശാലകൾക്ക് നൽകാനും ഒരു അവസരവും ബഹുമാനപ്പെട്ട സ്പീക്കർ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട്. അത് വളരെ സമ്പന്നമായി. എൻ്റെ പ്രദേശങ്ങളിലൊക്കെ, എൻ്റെ മണ്ഡലത്തിലേക്കുള്ള വായനശാലകൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അവർക്ക് ഇവിടെ വന്ന് കണ്ട് ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ അവസരം കൊടുക്കുന്നു. അതുകൊണ്ട് ആ പുസ്തക സമ്പത്ത് വായനശാലകളിലെ വർദ്ധിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ധാരാളം പുസ്തകങ്ങൾ പ്രചാരണത്തിൽ നമ്മൾ കാണാതെ പോകുന്ന പല പുസ്തകങ്ങളും, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല പുസ്തകങ്ങളും കാണുവാനും വാങ്ങിക്കാനും വായിക്കാനും ഈ കഴിഞ്ഞ 3 വർഷം 2 വർഷങ്ങളിലും നമുക്ക് കഴിഞ്ഞു. ഈ വർഷം അത് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കേരളത്തിലെ ബഹുമാനായ സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച ആശയം, അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഓഫ് കൊളീഗ്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. നിയമസഭയിലെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും അടക്കം അവർ വലിയൊരു പരിശ്രമം. മാത്രമല്ല ഇതിനോടൊപ്പമുള്ള സാംസ്കാരിക പരിപാടികൾ, ഗാനമേളകൾ, പാട്ടുകൾ, ഡാൻസുകൾ, ഇങ്ങനെ എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം ഇതൊരു കേരളത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റിയ ബഹുമാനായ സ്പീക്കർ ശ്രീ AN ഷംസീറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് തുടങ്ങുന്നതായി അറിയിക്കുന്നു. ഈ വേദിയിൽ എത്തി ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ഒരു അനുവാദത്തോടെ ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സാർ. ഇനി ഈ പുസ്തകോത്സവത്തിൻ്റെ 3ാം പതിപ്പിൻ്റെ ഗാനം തയ്യാറാക്കിയ മുരളീകൃഷ്ണയെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ മുരളീകൃഷ്ണൻ ഒരു പ്രോമിസിംഗ് ഗായകനാണ് മലയാള സിനിമയിലെ. അതോടൊപ്പം തന്നെ നിയമസഭയുടെ തുടക്കത്തിൽ നമ്മൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുള്ള ഗാനം ചിട്ടപ്പെടുത്തിയതും പാടിയതും ശ്രീ മുരളീകൃഷ്ണനാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുകയാണ് ആദ്യം തന്നെ ഈ വേദിയിൽ. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകനും കുഞ്ഞുകാലം മുതൽ ഞാൻ കാണുന്ന ആളാണ്. പക്ഷേ കുട്ടികൾ മനസ്സിലാക്കണം, ഒരാളുടെ ഡിറ്റർമിനേഷനാണ്. അവനോട് ഞാൻ പലപ്പോഴും ചോദിക്കും, മോനെ നിനക്ക് എന്താകണമെന്നാണ് ആഗ്രഹം എന്ന് കുട്ടിക്കാലത്ത് ചോദിക്കുവാൻ. വളരെ ചെറുതായിരിക്കുമ്പോഴേ ചോദിക്കും. അപ്പോൾ അവൻ്റെ മറുപടി എന്ന് പറയുന്നത്, അവൻ്റെ അച്ഛൻ ബിസിനസ്മാനാണ്. അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ ഡോക്ടർ ആവണമെന്നോ ഒന്നും അല്ല. എന്ത് വേണമെങ്കിലും പഠിക്കാൻ, ലോകത്ത് എവിടെയും പോയി പഠിക്കാനുള്ള സൗകര്യം ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴവൻ പറയുന്നറിയാം, എനിക്കൊരു നല്ല ബാൻഡ് ഉണ്ടാക്കണം അങ്കിളെ എന്നാണ് പറയുന്നത്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോഴല്ല, ഇപ്പോൾ M.Com ഒക്കെ കഴിയുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കും എന്താകാനാണ് ആഗ്രഹം. അവൻ പറയും എനിക്കൊരു ബാൻഡ് ഉണ്ടാക്കണം, ഒരു നല്ല സിംഗർ ആകണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം സഫലീകരിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോൾ കേരള നിയമസഭയുടെ ഈ 3ാമത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ സിഗ്നേച്ചർ സോങ് അദ്ദേഹം സെറ്റ് ചെയ്തു. അത് ഒരു എല്ലാം കൊണ്ട് സംഗീതം ചെയ്യാനും, സിനിമകളിൽ ഇപ്പോൾ സംഗീതം ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, സംഗീതവും ചെയ്യുന്നുണ്ട്. ഒരു പുതിയ പ്രതിഭ, മലയാളത്തിന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പുതിയ പ്രതിഭയാണ് മുരളീകൃഷ്ണനെ ഞാൻ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ട മുരളീകൃഷ്ണനെ ഈ അവസരത്തിൽ നമ്മൾ മൊമെൻറ്റോ നൽകി ആദരിക്കും. ഉണർന്നിടുന്നിതാ ഉള്ളം നിറഞ്ഞിടുന്നിതാ തീരാക്ഷരങ്ങൾ തീർക്കുമീ ലോകം കരം കോർക്കുന്നിതാ
ചടങ്ങിന് ആശംസ അറിയിക്കാനായി ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, ശ്രീ മുരളീകൃഷ്ണ, നിയമസഭാ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മുടെ നിയമസഭാ പുസ്തകോത്സവം ഔപചാരികമായി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസ് കോർണർ എന്ന നിലയ്ക്ക് ഇവിടെയും ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. വളരെ സന്തോഷം. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു സ്റ്റുഡൻസ് കോർണർ കൂടി നമ്മുടെ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി വന്ന് അവിടെ കുട്ടികളുമായി സംവദിക്കാനൊക്കെയുള്ളൊരു സന്ദർഭം കൂടി ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഇന്ന് ഈ ചടങ്ങിൽ വെച്ചിട്ട് നമ്മുടെ മുരളീകൃഷ്ണയ്ക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു ആദരവ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിരവധി കുരുന്ന് പ്രതിഭകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജന പ്രതിഭകൾ ഉയർന്നു വരാനുള്ളൊരു സന്ദർഭം കൂടിയായി ഈ സ്റ്റുഡൻറ് കോർണർ മാറട്ടെ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പുസ്തകങ്ങൾ കാണാനും പരിചയപ്പെടാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പോയോ? അങ്ങോട്ടൊക്കെ പോയോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പുസ്തകങ്ങൾ വാങ്ങാൻ ചെറിയ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ കഴിഞ്ഞ തവണ ഞാനും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ലൈബ്രറികൾക്കും സ്കൂളുകൾക്കും ഒക്കെ നൽകിയിരുന്നു. ഇത്തവണയും അത് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും MD യെക്കുറിച്ചും പഴയകാല എഴുത്തുകാരെക്കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം അറിയുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ചെറുപ്പക്കാരും ഒക്കെ ആ നിരയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പുസ്തകങ്ങൾ കാണാനും പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരവസരം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് നിങ്ങൾ സമയമെടുത്ത് കണ്ട് മനസ്സിലാക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ശ്രീ മുരളീകൃഷ്ണയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്. സ്റ്റുഡൻസ് കോർണർ ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് കുട്ടികളോടൊരു ചോദ്യം ചോദിക്കണം. അപ്പോൾ കുട്ടികളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്നവർക്ക് ബുക്ക് കൂപ്പൺ സമ്മാനമായി ലഭിക്കും. ആരാണ് ശരി ഉത്തരം പറയുന്നത് നോക്കാം. മന്ത്രി ചോദിക്കും. ചോദ്യം ഇതാണ്: ഈ വർഷത്തെ നിയമസഭാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഈ വർഷം എന്ന് പറയുമ്പോൾ M. മുകുന്ദൻ. ശരി ഉത്തരം ആണോ സാർ? ശരി ഉത്തരം ശരിയാണ്. അപ്പൊ മോൾക്ക് സമ്മാനമുണ്ട്. മോളുടെ പേരെന്താ? വരദ സ്റ്റേജിലേക്ക് വരും. വരദയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടി കൊടുക്കാം. അപ്പോൾ പുസ്തകം വാങ്ങാനുള്ള കൂപ്പണാണ് വരദയ്ക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുത്തേ. വരദ ഒരു നല്ല പുസ്തകം വായനക്കാരിയായിരുന്നു. അങ്ങനെ വരദയ്ക്ക് ഞാൻ പുസ്തകം വാങ്ങി അയച്ചു കൊടുത്തിട്ടുണ്ട്. വരദ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. വരദയുടെ വായന മാത്രമല്ല, വരദ ഇപ്പോൾ എഴുത്തുകാരിയായി മാറി. ഞാൻ മുമ്പേ പറഞ്ഞു, പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുന്നത്. ഈ മോള് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നല്ല രീതിയിൽ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ കുരുന്ന് കൈകൾ കൊണ്ട് മനോഹരമായി എഴുതാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളർന്നു വരുമ്പോൾ ഒരു വലിയ ഒരു സാഹിത്യകാരിയായി നമുക്കൊരു വലിയ സംഭാവനയായി മലയാളത്തിന് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മോൾക്ക് കൊടുത്ത കൂപ്പൺ എന്ന് പറയുന്നത് ഈ സ്റ്റോളിൽ ഇഷ്ടമുള്ള സ്റ്റോളിൽ കയറി ഈ കൂപ്പൺ കൊടുത്തിട്ട് ആ വിലയ്ക്ക് തുല്യമായ ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും കുഞ്ഞിന് സെലക്ട് ചെയ്യാം. അഭിനന്ദനങ്ങൾ.